മസ്താനി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. മസ്താനി പുറത്തായിട്ടുണ്ടെങ്കിൽ മസ്താനി പുറത്താവാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്കറിയാം, മസ്താനി വൈൽഡ് കാർഡായിട്ടാണ് ബിഗ് ബോസ് വീട്ടിലെത്തിയത്. വന്ന ഉടനെ തന്നെ രേണുസുതി വിധവാ കാർഡ് എടുക്കുന്നു, രേണുസുതി സുധിച്ചേട്ടൻ്റെ പേര് വലിച്ചേക്കുന്നു. രേണുസുതി ഇത്ര ക്യാമറ ഉണ്ടായിരുന്നിട്ടും ഇതിലൊന്നും പെടാതെ എങ്ങനെ ഇവിടെ മാറി നിൽക്കുന്നു കഴിയുന്നു എന്നൊക്കെയുള്ളൊരു വലിയ ആരോപണം രേണുസുതിക്കെതിരെ ഉന്നയിച്ചിരുന്നു. ഇത് രേണുസുതിക്കല്ല, മറിച്ച് മസ്താനിക്കാണ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയത് എന്നുള്ളത് ഒരു കാരണം. ഇതേപോലെ തന്നെയാണ് മസ്താനി ഇവിടം വരെ എത്തി നിൽക്കുന്നതും. ബിഗ് ബോസ് ഹൗസിൽ ഒരു നെഗറ്റീവോട് കൂടി തന്നെയാണ്, അത്തരത്തിലുള്ളൊരു കണ്ടൻറ്റാണ് ബിഗ് ബോസിൽ നിന്ന് മസ്താനി കൊടുത്തതും പുറത്തേക്ക്. മാത്രമല്ല, ലാലേട്ടനൊക്കെ പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് വന്ന് പറഞ്ഞ മസ്താനിയെ ചോദ്യം ചെയ്യുമ്പോൾ ലാലേട്ടന് പോലും ഒരു ബഹുമാനം കൊടുക്കാത്ത, അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് കൊടുക്കാത്ത, അല്ലെങ്കിൽ ഒരു വിനയം കൊടുക്കാത്ത ഒരു മസ്താനിയെ കാണാൻ കഴിയുന്നു പ്രേക്ഷകർക്ക് എന്നുള്ളതും. മാത്രമല്ല, മസ്താനി മറ്റ് മത്സരാർത്ഥികൾക്കുമെതിരെ വലിയ ആരോപണങ്ങൾ, ഒരു പക്വതയില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം, ഇതൊക്കെ മസ്താനിക്ക് വലിയ നെഗറ്റീവായി പുറത്തേക്ക് വന്നു എന്നതും തന്നെയാണ് മസ്താനി പുറത്താവാനുള്ള പ്രധാന കാരണം. ഒരു നല്ലൊരു കണ്ടന്റ് ഒന്നും കൊടുക്കാൻ മസ്താനിക്ക് പറ്റിയില്ല എന്നതും മസ്താനിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോരായികയായി മാറി എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും മസ്താനിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.